വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സ്കൂൾ തുറപ്പായതുകൊണ്ട് അതിന്റെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. കാരണം സ്കൂളിലോട്ട് പോണതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ സുഖമല്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ പോയി പുതിയ ഫ്രണ്ട്സിനെയും പുതിയ ടീച്ചേഴ്സിനെ ഒക്കെ കിട്ടിയെന്ന് കരുതുന്നു. എനിക്ക് പിന്നെ പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ആ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സ് പുതിയത് കിട്ടി. അതെ, സുന്ദുട്ടിയുടെ കാര്യം കിങ്ങിണിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കിങ്ങിണി എന്റെ കൂടെ സ്കൂളിലോട്ട് വന്നു. അവിടെ കണ്ട ബലൂണും എന്താ പറയാ കുട്ടികളെ മാന്ത പിച്ച എല്ലാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതാ അവിടെ പറ ഹായ് പറ. ഹായ്, സുഖമാണോ ചോദിച്ചോക്ക? സുഖമാണോ ചോദിച്ചോക്ക? പറയൂ പറയൂ. കുട്ടി ഒരു പാട്ട് പഠിച്ചില്ല, നമുക്ക് പാടിക്കൊടുക്ക. കല്ലിനിടിക്കിലെ ഞണ്ട് കല്യാണത്തിന് പോണ്ട് താലി താലി പറ താലിമാലേ പറ പറ താലിമാലേ താലിമാലേ വേണ്ടേ വേണ്ടേ നാലാളോടൊപ്പം വേണ്ടേ. ഹായ് ഗായത്രി. ഹായ് ഗായത്രി. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ അവരായിട്ട് ഫസ്റ്റ് ഒക്കെ ഞാൻ പോയപ്പോ മിണ്ടാതിരുന്നെങ്കിലും പിന്നെ ഞാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം അവരെന്റെ വായ മൂടിക്കെട്ടാൻ എന്തെങ്കിലും തപ്പിക്കൊണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ പുതിയ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നാളെ തൊട്ടപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ അതൊക്കെ പോണതിന്റെ പഴയ ടീച്ചേഴ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ്. പണ്ടത്തെ ടീച്ചേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കളിക്കാനും തല്ലുകൂടാനും ശരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ അനിയത്തി ചേച്ചി അങ്ങനെയായിരുന്നു. ഞാൻ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അവരാണെങ്കിലും നല്ല കെയറിങ് ആണ്, നല്ല കളിക്കാൻ കൂടും, എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സിസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ പഴയ ഫ്രണ്ട്സ് ഒക്കെ പോയതിന്റെ ചെറിയ സങ്കടം. പിന്നെ ഞാൻ എനിക്ക് ആ സ്കൂളിൽ അറിയാവുന്ന അച്ഛനും അമ്മയും പഠിപ്പിച്ച 2-3 ടീച്ചേഴ്സിനെയും മാഷിമാരെയാണ്. പിന്നെ എന്റെ കരാട്ടെ ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളെയും മാത്രമാണ് എനിക്കറിയാം. പിന്നെ എന്റെ ഒരു ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ആ സ്കൂളിനെ പറ്റിട്ടൊക്കെ അറിയണം എനിക്കാണ്. ഇങ്ങനെ വികൃതി കെട്ടി നടക്കും. പിന്നെ എന്റെ സിസ്റ്റേഴ്സ്മാരൊക്കെ എന്റെ അടുത്ത് കൂട്ടുകൂടിയിട്ടേ ഉള്ളൂ. ചേച്ചിനെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ്മാരെന്നെയും പഠിപ്പിച്ചിട്ടുള്ളൂ. അവരൊക്കെ എന്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ കിങ്ങിണിയുടെ ആണെങ്കിലോ ഞങ്ങള് പോണതിന്റെ ടെൻഷനിലാണ്. ഇത്രയും 2 മാസം ഞങ്ങൾ അവളുടെ കൂടെ കളിക്കാൻ എല്ലാത്തിനും കൂടി. അപ്പൊ ചെറിയ വിഷമം. അതിന്റെ ചെറിയ വിഷമം. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ആള് കരയാനൊക്കെ തുടങ്ങി. അതിന് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും ഞങ്ങള് പോയി കഴിഞ്ഞാ. പിന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കിങ്ങിനീസിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.